പ്രിയപ്പെട്ടവരെ, ഒരു യന്ത്രം കഥ പറയുമ്പോൾ എന്ന വിഷയത്തെ അധികരിച്ച് ഇവിടെ നമ്മോട് സംവദിക്കാനെത്തിയിട്ടുള്ള ശ്രീ ടി വി മധു സർ, അതുപോലെ തന്നെ വീരാൻകുട്ടി സർ എന്നിവരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് ശ്രവിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ നാട്ടുകാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഹലോ, ഹലോ പ്രിയപ്പെട്ടവരെ, ഈ സെഷൻ നമ്മുടെ പ്രിയങ്കരനായ ടി വി മധുമാഷയുടെ ഒരു സെഷനാണ്. അതിനൊരു ആമുഖം പറയുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ നിയോഗം. ടി വി മധു എന്ന തത്വചിന്താധ്യാപകനെ, പ്രഭാഷകനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടി ദൂരെ നിന്ന് വരെ ഇവിടെ ആളുകൾ എത്തിയതായിട്ട് ഞാൻ നേരത്തെ മനസ്സിലാക്കി. ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു ശ്രോതാവാണ്, വായനക്കാരനാണ് കുറേ ആയിട്ട്. ഫിലോസഫി ഒരു നമുക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു രാവണൻ കോട്ടയായിട്ടൊക്കെ ഭയപ്പെട്ട് മാറി നിൽക്കുന്ന എന്നെ പോലെയുള്ളവർക്ക് തത്വചിന്താ പദ്ധതിയിലേക്ക് ഒരു സുഗമമായ വാതിൽ തുറന്നിടുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ടി വി മധുവിനെ അറിയുന്നത്. ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. ഡെക്കാർത്തിനെ പോലെയുള്ള വലിയ ചിന്തകന്മാരെ മധുമാഷ് മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് കൂടി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഫിലോസഫറാണ് അദ്ദേഹം എന്ന് തോന്നിപ്പിക്കാനുള്ള ഭാഷയിലെ ലാളിത്യം മാത്രമല്ല, വലിയ ചിന്തകന്മാർ പറഞ്ഞത് എന്താണ് എന്ന് അതിൻ്റെ സത്തയെ പിടിച്ചെടുത്ത് അതിലൂടെ തൻ്റെ ധിഷണ കൂടി ചേർത്ത് അതിനൊരു മികച്ച ഒരു ഭാവനാരൂപമാക്കി മാറ്റുന്ന ഒരു പ്രഭാഷകനായിട്ടാണ് മധുമാഷ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വചനവും മാംസവും പോലെയുള്ള പുസ്തകങ്ങൾ മാക്സിയൻ ചിന്തയുമായി നിസാർ അഹമ്മദുമായിട്ടൊക്കെ ചേർന്നിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ആലോചനകൾ, നിരന്തരം അദ്ദേഹം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മസ്തിഷ്കവും ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലേഖനങ്ങളും പ്രഭാഷണങ്ങളും, അതൊക്കെ ഒരർത്ഥത്തിൽ മലയാളത്തിനൊരു പുതിയ കാര്യമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു പുതിയ കാര്യമാണ്, കൗതുകമുള്ള കാര്യമാണ്. ഒരുപക്ഷെ മലയാള ഭാഷയ്ക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു അഭാവത്തെ പൂരിപ്പിക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. തത്വചിന്തയിലൂടെ മലയാള ഭാഷയുടെ ഒരു അഭാവത്തെ പൂരിപ്പിക്കുക കൂടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെപ്പോലെ തന്നെ അദ്ദേഹത്തെ കേൾക്കാൻ ഞാനും സകൗതുകം ഇവിടെ ഇരിക്കുകയാണ്. രണ്ട് ചെറിയ കാര്യങ്ങളാണ് ഇതിൻ്റെ തുടക്കമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഒന്ന്, ഒരു യന്ത്രം കഥ പറയുമ്പോൾ എന്നാണ് ഈ സെഷന്റെ പേര്. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സർഗാത്മകതയും ആയി ബന്ധപ്പെട്ട കാര്യമായിരിക്കും മധുമാഷ ഇവിടെ പറയുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലെ ലോകത്തിലെ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തൊരു മരണമുണ്ട്. സുജിർ ബാലാജി എന്ന് പറയുന്ന ഇന്ത്യൻ വംശജനായിട്ടുള്ള അമേരിക്കൻ ടെക് എഞ്ചിനീയർ, ടെക് ഗവേഷകൻ, അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു എന്നുള്ള വാർത്ത. സുജിർ ബാലാജി ഓപ്പൺ AI-യുടെ പ്രോജക്റ്റ് ആയിട്ടുള്ള ചാറ്റ് GPT-യുടെ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്ന ഗവേഷകനാണ്. 26 വയസ്സേ ഉള്ളൂ. വളരെ സമർത്ഥനായിട്ടുള്ള ഒരു ഗവേഷകനായിരുന്നു. ഈ ചാറ്റ് GPT-യുടെ അതിൻ്റെ പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തിട്ടുള്ള ഒരു ഗവേഷകനാണ് അദ്ദേഹം. പക്ഷേ അതിൽ നിന്ന് രാജിവെക്കുകയും ഈ AI, പ്രത്യേകിച്ചും ചാറ്റ് GPT-യുടെയും ഈ പറയുന്ന ഓപ്പൺ AI-യുടെയും നൈതികതയെക്കുറിച്ച്, നൈതിക നിരാകരണത്തെക്കുറിച്ച്, അവർ നടത്തുന്ന കണ്ടന്റ് കൊള്ളയെക്കുറിച്ച്, അതിനെക്കുറിച്ച് ദീർഘമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതാൻ തുടങ്ങി. ന്യൂയോർക്ക് ടൈംസിലൊക്കെ അഭിമുഖം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ താൻ ജോലി ചെയ്ത ആ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു
നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ, ആ സ്ഥാപനത്തെയാണ് പ്രധാനമായിട്ട് അദ്ദേഹം ഊന്നിയത്. അതിനെ എതിർത്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. അതൊരു വലിയ ആശയമായിട്ട് രൂപം കൊണ്ടുവരുന്ന സമയത്താണ് ഇന്നലെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോഴത്തെ വിവരം. കൂടുതൽ വിവരങ്ങൾ അറിയാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോ നിർമ്മിത ബുദ്ധിയും സർഗാത്മകതയും ചേർന്ന് അദ്ദേഹം അവരുന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, വലിയ തരത്തിലുള്ള കണ്ടന്റ് കൊള്ള നടന്നിട്ടുണ്ടെന്നാണ്. അതായത് ഇന്റർനെറ്റിൽ ലഭ്യമായ വലിയ തരത്തിലുള്ള പകർപ്പവകാശമുള്ള അനേകം കണ്ടന്റുകൾ ഈ ചാറ്റ് GPT-യുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്, ചാറ്റ് GPT-യെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊള്ള ചെയ്തു എന്നാണ്. അതിന്റെ പേരിൽ പലരും ഇവർക്കെതിരെ, ഓപ്പൺ ഐക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അമേരിക്ക വലിയ കേസുകൾ നടക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ AI-യുടെ ഈ വളർച്ചയുടെ ഭാഗത്ത് അത് വലിയ കോർപ്പറേറ്റുകൾ ചെയ്യുമ്പോൾ അതിന്റെ നൈതികതയെക്കുറിച്ച് സംസാരിക്കുന്നവർ വലിയ തരത്തിലുള്ള സംഘർഷം അനുഭവിക്കുന്നുണ്ട്. ഈ സംഘർഷം എന്നുള്ളത് വളരെ ചെറിയൊരു കാര്യമല്ല എന്നുള്ളതാണ് സുചീർ ബാലാജിയുടെ ഇന്നലത്തെ മരണം സൂചിപ്പിക്കുന്നത്. ഇതൊരു പോയിന്റ്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ഞാൻ മാതൃഭൂമിയിൽ വായിച്ചൊരു ലേഖനം, തലച്ചോറിനെ കുറിച്ചുള്ള എതിരംഗതിരവന്റെ ലേഖനം തലച്ചോറിനെ കുറിച്ചുള്ളതാണ്. മനുഷ്യൻ മരിച്ചാലും, അതായത് പൾസ് നിന്നുപോയാലും നമുക്ക് വേണമെങ്കിൽ തലച്ചോറിനെ പുനരുജ്ജീവിപ്പിക്കാം എന്ന ഒരു പരീക്ഷണത്തിൽ ഭാഗികമായി യേൽ യൂണിവേഴ്സിറ്റിയിലെ പരിശീലകർ വിജയിച്ചിരിക്കുന്നുള്ളൊരു വാർത്തയാണ് അതിലുള്ളത്. 5 മണിക്കൂർ മുമ്പ് വെട്ടിമാറ്റപ്പെട്ട ഒരു പന്നിയുടെ തലയിലേക്ക് ജീവലായനി ഇഞ്ചക്ട് ചെയ്തിട്ട് ആ തലച്ചോർ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചു. മനുഷ്യരിലേക്ക് കൂടി അത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ആ നിലയ്ക്ക് മരിച്ചുപോയ ഒരാളെ കൂടി നമുക്ക് വീണ്ടും വേണമെങ്കിൽ തലച്ചോറ് പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു നിഗമനമാണ് അതിനകത്തുള്ളത്. ഞാനിത് രണ്ടും പറയാൻ കാരണം, ഇത് രണ്ടും സമീപസ്ഥമായിട്ടുള്ള 2 കാര്യങ്ങളാണ്. എങ്ങനെയാണ് സർഗാത്മകതയും, നമ്മുടെ ഒരു ഭാഗത്ത് തലച്ചോറിനെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഈ തലച്ചോറ് മറ്റൊരു യന്ത്ര തലച്ചോറിന് അടിമയായി ജീവിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യർ പോകുന്നു. ഇതിനിടയിൽ പെട്ട് നിൽക്കുന്ന സങ്കീർണമായൊരു വിഷയമാണ് യഥാർത്ഥത്തിൽ മധുമാഷ്ക്ക് ഇവിടെ സംസാരിക്കാനുള്ളത്. പക്ഷെ മാഷത് വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കതാണ് അനുഭവം. ഞാൻ യന്ത്രം കഥ എഴുതുമ്പോൾ എന്ന ഈ മനോഹരമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രിയങ്കരനായ മധുമാഷ്ക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. പ്രിയമുള്ളവരെ, ഈ എൻ്റെ പ്രിയപ്പെട്ട കവി കൽപ്പറ്റ മാഷ് ഇതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു യന്ത്രം കഥ പറയുമ്പോൾ എന്ന ഒരു തലക്കെട്ട് കൊടുത്തത് ഞാൻ ആ സമയത്ത് നോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. മാഷ് എന്നോട് പറയുകയും ചെയ്തു, ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആണ്, അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാഷോട് അത് പറഞ്ഞത്. പിന്നെ ഒരു യന്ത്രം കഥ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അതൊരു ആലങ്കാരികമായ ഒരു പ്രയോഗമായിട്ട് നമുക്ക് തോന്നും. ഒരു യന്ത്രം കഥ പറയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അതിശയോക്തിപരമായ ആലങ്കാരികമായ ഒരു തലക്കെട്ട്, ഒരു പ്രയോഗമായിട്ട് ആ തലക്കെട്ട് തോന്നും. സത്യത്തിൽ അതല്ല. ഇപ്പോൾ യന്ത്രം കഥ പറയുക എന്ന് പറയുന്നതിൽ വലിയ ആലങ്കാരികതയോ അതിശയോക്തിയോ ഒന്നുമില്ല. യന്ത്രത്തിന് കഥ പറയാൻ പറ്റും എന്നുള്ളത് നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ പുതിയ തലമുറയിലുള്ളവർക്ക് അറിയാം. ഒരു ചാറ്റ് GPT-യോടൊരു കഥ എഴുതിത്തരാൻ പറഞ്ഞാൽ എഴുതിത്തരും. ചാറ്റ് GPT-യിൽ വെറുതെ നമ്മളൊന്ന് പ്രോംപ്റ്റ് ചെയ്താൽ മതി. വേണമെങ്കിൽ നിങ്ങളൊരു ബോർഹസിൻ്റെ മാതൃകയിൽ ഒരു കഥ എഴുതണം, ഒരു തീമും കൊടുത്തു കഴിഞ്ഞാൽ ഒരു കഥ എഴുതിത്തരും. വളരെ ഈസിയാണ്. നമ്മുടെ മൊബൈലിൽ കഥ പറയാൻ പറഞ്ഞാൽ പറഞ്ഞു തരും. വാൻഗോഗിനെ പോലെ ഒരു പെയിൻറ്റിങ്, വാൻഗോഗിൻ്റെ ശൈലിയിലൊരു പെയിൻറ്റിങ് വേണമെന്ന് പറഞ്ഞാൽ ചെയ്തു തരും. ദാലി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുണ്ട്.
അതിനേക്കാളൊക്കെ ഗംഭീരം. അതൊക്കെ അതിൻ്റെ തുടക്കമാണ്. ഈ ജനറേറ്റീവ് എന്ന് പറയുന്ന സർഗാത്മക യന്ത്രത്തിൻ്റെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു ആദ്യ ഘട്ടമാണ് ശരിക്കും ദാലി പോലെയുള്ള, ദാലി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. സാൽവദോർ ദാലിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ദാലി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പോൾ കവിതയ്ക്കൊക്കെ അറിയാമായിരിക്കും. കവിതയെപ്പോലെ പെയിൻറ് ചെയ്ത് തരണം എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പെയിൻറ്റിങ് അത് തരും. അത് ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ പെയിൻറ്റിങ്ങും അതും തമ്മിൽ വേർതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ ലക്ഷണമൊത്ത ഒരു പെയിൻറ്റിങ് ആയിരിക്കും. അതിൻ്റെ നന്മ തിന്മ പോട്ടെ, അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമ്മുടെ അഭിരുചിയുടെ പ്രശ്നമാണ്. അത് മാറ്റിവെച്ചാൽ ഒരു യന്ത്രം നിങ്ങൾക്ക് തരുന്ന ഒരു പെയിൻറ്റിങ് മനുഷ്യരുടെ പെയിൻറ്റിങ്ങുമായിട്ട് വ്യത്യാസം പറയാൻ പറ്റാത്ത രീതിയിൽ ലക്ഷണമൊത്ത പെയിൻറ്റിങ്. കവിതകൾ, കഥകളിൽ അങ്ങനെ ലക്ഷണമൊത്ത കഥകൾ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷേ ലക്ഷണമൊത്തൊരു കഥ വായിച്ച ഒരു ഘട്ടത്തിലാണ് മാഷ് എന്നോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ടൈറ്റിൽ കൊടുക്കുകയും ചെയ്തത്. ഈ 2023 ഫ്രാൻസിൽ ഒരു നോവല് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഒരു സാമാന്യം വലുപ്പമുള്ള ഒരു നോവല് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഫ്രഞ്ച് ഭാഷയിലാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ആദ്യം. ഇംഗ്ലീഷ് ഭാഷയിൽ അത് വന്നിട്ടുണ്ട്. ഈ നോവലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ എഴുതിയ നോവലല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആദ്യമായിട്ട്, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മെഷീൻ എഴുതിയ നോവലാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. 2023 അതായത് ഒരു വർഷം മുമ്പാണ്. ആ നോവല് ഒരു കുറ്റാന്വേഷണ കഥയാണ്, ഒരു മർഡർ മിസ്റ്ററി കഥയാണ്. വേണമെങ്കിൽ അഗത ക്രിസ്റ്റിയുടെയൊക്കെ ഒരു മാതൃകയിൽ എഴുതപ്പെട്ട ഒരു മർഡർ ഒരു കുറ്റാന്വേഷണ കഥയാണ്. ലക്ഷണമൊത്ത ഒരു കുറ്റാന്വേഷണ കഥയാണ് ഈ പുറത്തു വന്നത്. യന്ത്രം എഴുതിയ കഥ പുറത്തു വന്ന ഒരു സമയത്താണ് ഞാൻ യന്ത്രം കഥ എഴുതുമ്പോൾ എന്ന് പറയാൻ കാരണം. ഈ നോവല് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നിലയ്ക്ക് ആ ജോണറിൽ വരുന്ന നോവലുകൾക്കുള്ള അതിൻ്റെ ലക്ഷണങ്ങളൊക്കെയുള്ള ആ സസ്പെൻസും അതിൻ്റെ എല്ലാ ഘടകങ്ങളുമുള്ള, നിങ്ങളെ വായിപ്പിക്കുന്ന, അടുത്ത പേജിലേക്ക് നിങ്ങളറിയാതെ തന്നെ നമ്മളറിയാതെ തന്നെ പോകുന്ന രീതിയിലുള്ള എല്ലാ സസ്പെൻസും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു നോവലാണ് ഇത്. ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരാൾ, അയാൾക്കൊരു ഇമെയിൽ കിട്ടുകയാണ് ഒരു ദിവസം. ഈ കഥ ഞാൻ ചുരുക്കി പറയുകയാണ്. ഒരു ഇമെയിൽ കിട്ടുകയാണ്. ആ ഇമെയിൽ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓഥർ മരിച്ചു. ആ മരണത്തിൻ്റെ ചടങ്ങിൽ, മരണാനന്തര ചടങ്ങിൽ, ഫ്യൂണറലിൽ പങ്കെടുക്കാനൊരു ക്ഷണം വരികയാണ്. ഒരു സുപ്രഭാതത്തിലൊരു ഇമെയിലായിട്ട് വരുന്നു. അപ്പോൾ ഇയാൾ ആലോചിച്ചപ്പോൾ ഇയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓഥറാണത്. പക്ഷെ അയാൾ ഒരിക്കൽ മറ്റോ കണ്ടിട്ടുണ്ട്, ചെറിയ പരിചയം മാത്രമേ ഉള്ളൂ, വലിയ ബന്ധമൊന്നുമില്ല. ഒരു ഫ്യൂണറലിന് ക്ഷണിക്കപ്പെടാൻ മാത്രം അങ്ങനെ കുടുംബമായിട്ടോ ഒന്നും ഒരു ബന്ധമില്ലാത്ത ആളാണ്. പിന്നീടാണ് അയാൾ മനസ്സിലാക്കുന്നത് ഈ മർഡറിൽ കൊലപാതകിയെ അന്വേഷിക്കുന്ന പോലീസുകാർ ആണ് ഈ കത്തയച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അയാൾ സംശയിക്കപ്പെടുന്ന ആളാണ്. ഈ കൊലപാതകത്തിൽ പങ്കെടുത്തെന്നുള്ളത് സംശയിക്കപ്പെടുന്ന ഒരാളായിട്ട് അയാൾ തിരിച്ചറിയാം. അപ്പോൾ അയാളല്ല കൊന്നത് എന്ന് സ്ഥാപിക്കണം എങ്ങൾക്ക്. ഈ സ്ഥാപിക്കുന്നതിന് വേണ്ടി അയാൾ നടത്തുന്ന ചില കാര്യങ്ങളാണ് ഈ നോവൽ എന്ന് പറഞ്ഞാൽ. അതിൽ അഗത ക്രിസ്റ്റിയുടെ സ്വാധീനമുണ്ട്. പല ഡിറ്റക്റ്റീവ് നോവലുകൾ, കുറ്റാന്വേഷണ നോവലുകൾ എഴുതിയ വലിയ ഓഥേഴ്സിൻ്റെ പല സ്വാധീനങ്ങളും അതുണ്ട്. അതൊരു സർഗാത്മക സൃഷ്ടിയാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. സാധാരണ നിലയ്ക്ക് നമ്മൾ പറയാതെ ഒരു മെഷീൻ എഴുതിയതാണ്, വളരെ യാന്ത്രികമായ ഒരു പ്രക്രിയയാണ് മെഷീൻ്റെ രചന എന്ന് പറയുന്നത്. ഇത് യാന്ത്രികമായ ഒന്നേ ആവുള്ളൂ, അത് സർഗാത്മകമാവില്ല എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. ഒരു തമാശയുള്ളത്, ഈ നോവലിൻ്റെ പേര് ഡെത്ത് ഓഫ് എൻ ഓഥർ എന്നാണ്. ഡെത്ത് ഓഫ് ദ ഓഥർ എന്ന് പറയുന്ന ബാർത്തിൻ്റെ ലേഖനം എല്ലാവർക്കും അറിയാം. ഈ നോവലിൻ്റെ പേര് ഡെത്ത് ഓഫ് എൻ ഓഥർ, ഡെത്ത് ഓഫ് ആൻ ഓഥർ, ഡെത്ത് ഓഫ് ദ ഓഥർ അല്ല, ഡെത്ത് ഓഫ് എൻ ഓഥർ. അതിൻ്റെ കഥ അതാണ്, ഒരു ഓഥറിൻ്റെ മരണമാണ്. സ്റ്റീഫൻ മാർഷെ എന്ന് പറയുന്ന ഒരാളാണ് ഈ നോവൽ എഴുതിയത് എന്ന് പറയാൻ വേണമെങ്കിൽ. സത്യത്തിൽ അയാളല്ല എഴുതുന്നത്, മെഷീനാണ് എഴുതുന്നത്.
95% മെഷീനാണ് എഴുതിയിട്ടുള്ളത്. 5% മാത്രമേ അതിൽ പ്രോംപ്റ്റിൻ്റെ ഭാഗം ഉള്ളൂ. അതായത് നിങ്ങൾ ഇന്ന അധ്യായം എഴുതുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്ന് പ്രോംപ്റ്റ് ചെയ്യുന്ന അത് 5% മാത്രമേ ഉള്ളൂ. 95% മെഷീൻ എഴുതിയിട്ടുള്ളതാണ്. ഒരു യന്ത്രം എഴുതിയ കഥയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. മാർഷെ എന്ന് പറയുന്ന ആള് പക്ഷേ അതിൽ ഉപയോഗിച്ച തൂലികാ നാമം മഷിൻ എന്നാണ്. മർഷിൻ എന്നാണ്. മർഷെ എന്ന് പറയുമ്പോൾ അത് മനുഷ്യനാണ്. ഇത് എഴുതിയത് ഞാൻ മാത്രമല്ല എന്നല്ല, ഞാനല്ല എന്നുള്ളതുകൊണ്ട് മർഷെ എന്നുള്ളത് മർഷിൻ എന്നുള്ള പേരിലാണ് ഈ നോവല് പുറത്തു വന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ വലിയൊരു പ്രശ്നം, ഇത് സത്യത്തിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഒരു നമുക്ക് ചിലപ്പോൾ മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഒരു അത്ഭുതം ഉണ്ടാകുമെങ്കിൽ പോലും യുവതലമുറയിൽപ്പെട്ട ഇപ്പം അവനോട് ചോദിച്ചാൽ ചിലപ്പോൾ ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്ന് പറയും. കാരണം ഒരു കഥ എഴുതാൻ ChatGPT നിങ്ങൾ ഇപ്പം എനിക്ക് വേണമെങ്കിൽ മെറ്റയോടൊരു കഥ എഴുതി തരാൻ പറഞ്ഞാൽ എഴുതിത്തരും. അത് നല്ല കഥയാണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം, പക്ഷെ എഴുതിത്തരും എന്നുള്ളത് സത്യമാണ്. അത് ലക്ഷണമൊത്ത കഥയാവില്ല ചിലപ്പോൾ. ഇതൊരു ലക്ഷണമൊത്ത കഥയായിട്ട് അംഗീകരിക്കപ്പെട്ട ഒന്നാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഡെത്ത് ഓഫ് എൻ ഓഥർ എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ മെഷീൻ എഴുതിയ അല്ലെങ്കിൽ മാർഷ്യൻ എഴുതിയിട്ടുള്ള ഡെത്ത് ഓഫ് എൻ ഓഥർ എന്ന് പറയുന്ന നോവല് നമ്മളുടെ മുമ്പിൽ വലിയൊരു വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതുവരെ എന്ന് പറഞ്ഞാൽ ഈ ദിവസം വരെയല്ല, കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ സർഗാത്മകതയെ കണ്ടിരുന്നത് യന്ത്രത്തിൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്ന ഒന്നായിട്ടാണ്. യന്ത്രവും സർഗാത്മകതയും വെള്ളം കിടക്കാത്ത 2 അറകളായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുകയാണ്. യാന്ത്രികമാവുക എന്ന് പറഞ്ഞാൽ സർഗാത്മകമാവാതിരിക്കുക എന്നാണ്. സർഗാത്മകമാവുക എന്ന് പറഞ്ഞാൽ യാന്ത്രികമാവാതിരിക്കുകയാണ്. ഇത് പരസ്പര വിരുദ്ധമായ 2 കാര്യങ്ങളാണ് യന്ത്രവും സർഗാത്മകതയും. ഈ ഒരു അതിർത്തിയെയാണ് ഇവിടെ ഭേദിക്കപ്പെടുന്നത്. ഞാനിത് പറയുമ്പോൾ ഇത് എല്ലാവരുടെയും നെറ്റി ചുളിയും എന്നെനിക്കറിയാം. ഇതെങ്ങനെയാണ് സർഗാത്മകതയാവുക എന്നുള്ള ചോദ്യമുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഈ അതിർത്തി ഭേദിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്ര സന്ദർഭമായിട്ട് ഈ ഡെത്ത് ഓഫ് എൻ ഓഥർ എന്ന് പറയുന്ന ഈ നോവലിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ ഒരുപാടുണ്ട്. ഇപ്പം ദാലി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അങ്ങനെയായിരിക്കും, ചിലപ്പോൾ ChatGPT തന്നെ അങ്ങനെയാണ്. കാരണം ജനറേറ്റീവ് AI എന്ന് പറയുന്ന പുതിയ സമ്പ്രദായം തന്നെ വന്നിട്ടുള്ളത് നിങ്ങൾ റൂൾ ഗവേൺഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് യന്ത്രം എന്നാണ് പഴയ സങ്കല്പം. ഒരു ലോജിക്കൽ സിസ്റ്റം, അത് ഇറ്റ് ഫങ്ഷൻസ് അക്കോർഡിംഗ് ടു സം റൂൾസ്. ചില നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ യന്ത്രം എന്ന് പറയുന്നത്. ഇത് ജനറേറ്റീവ് AI വരുന്നതോടുകൂടി യന്ത്രത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറുകയാണ്. യന്ത്രം അങ്ങനെയല്ല ചെയ്യുന്നത്. സത്യത്തിൽ ഇത് പുതിയൊരു യന്ത്രമാണ്. ഈ യന്ത്രം ഒരേ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത്, അത് നിയമം തെറ്റിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ സാധാരണ പറയാതെ അനാർക്കിക് മെഷീൻ എന്നുള്ളൊരു സങ്കല്പം. മെഷീൻ എന്ന് പറയുന്നത് ഒരു അനാർക്കി എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റിക്കലാണ് അനാർക്കി. ആർക്കി എന്ന് പറയുന്നത് ഒറിജിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ആദിയിലെ ക്രമം തെറ്റിക്കുമ്പോഴാണ് നിങ്ങൾ അനാർക്കി ആവുന്നത്. ഈ ഒരു അനാർക്കി മെഷീന് വരാൻ തുടങ്ങുക എന്നുള്ളതാണ്. അത് മെഷീനിൽ സാധ്യമാണ് എന്നുള്ളതാണ് പുതിയ യന്ത്ര പരീക്ഷണങ്ങൾ എത്തി നിൽക്കുന്ന ഒരു ഘട്ടം. അതായത് നിങ്ങൾ ദാലിയെ പോലെ പെയിന്റ് ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ പെയിന്റിങ്ങിന്റെ ഹിസ്റ്ററി മുഴുവൻ നിങ്ങൾ ദാലിയിൽ ഫീഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കുറ്റാന്വേഷണ കഥകളുടെ മുഴുവൻ ജോണറും ഈ മെഷീൻ ഓൾറെഡി ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ അതുപോലെയല്ല അത് എഴുതുന്നത്. അതിൽ നിന്ന് കുറച്ചൊക്കെ നിയമം ലംഘിച്ചുകൊണ്ടും കുറച്ചതിനെ കൊണ്ട് എൻഹാൻസ് ചെയ്തുകൊണ്ടും ഒരു സംഗതി. ഇതിനെയാണ് നമ്മൾ സാധാരണ സർഗാത്മകത എന്ന വാക്കുകൊണ്ട് പറയാം. സർഗാത്മകതയെ പറ്റി ഞാൻ പറയാം, 2 തരത്തിൽ സർഗാത്മകതയുണ്ട്. ഒന്ന് റൂൾ ഗവേൺഡ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി, മറ്റൊന്ന് റൂൾ ബ്രേക്കിംഗ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി. ഇത് 2 കാര്യങ്ങൾ സാധാരണ പറയാറുണ്ട്. റൂൾ ഗവേൺഡ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ വളരെ നിശ്ചിതമായ നിയമങ്ങളിൽ നിന്ന് അനിശ്ചിതമായ ചില കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് അത് റൂൾ ഗവേൺഡ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ആ റൂൾസിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ നോം ചോംസ്കിയെ പോലെയുള്ള ഭാഷാ ചിന്തകർ, കൊഗ്നേറ്റീവ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് നിങ്ങളുടെ തലച്ചോറ് തന്നെ ജനറേറ്റീവ് ആയിട്ടുള്ളൊരു സാധനം, സിസ്റ്റമാണെന്നാണ്. ഒരു ജനറേറ്റീവ് ഒരു സിസ്റ്റമാണ്. അതിനാണ് ജനറേറ്റീവ് ഗ്രാമർ എന്ന് ചോംസ്കി വിളിക്കുന്നത്. ലിമിറ്റഡ് ആയിട്ടുള്ള ചില നിയമങ്ങളിൽ നിന്ന് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസസ് ഉണ്ടാക്കാനുള്ളൊരു കഴിവ്, ഒരു കോമ്പിറ്റൻസ് മനുഷ്യർക്കുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഭാഷയിൽ തന്നെ ഒരു ജനറേറ്റീവ് ആയിട്ടുള്ള സ്വഭാവമുണ്ട്. ക്രിയേറ്റിവിറ്റി നമ്മുടെ ഭാഷയിൽ തന്നെ ഉണ്ട്. മനുഷ്യരുടെ ഭാഷയിൽ തന്നെ ഭാഷയുടെ കോമ്പിറ്റൻസ് ലെവലിൽ, ശേഷിയുടെ ലെവലിൽ മനുഷ്യരുടെ തലച്ചോറൊക്കെ വളരെ സർഗാത്മകമായ ഒന്നാണ് എന്നുള്ളത് അംഗീകരിക്കപ്പെട്ട ഒരു സിദ്ധാന്തമാണ് തലച്ചോറിനെ പറ്റിയും ഭാഷയെ പറ്റിയുള്ളത്. പക്ഷെ അവിടെ കാണുന്നത് സിൻടാക്റ്റിക് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റിയാണ്. നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ടാണ് നിങ്ങളുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നത്. നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ടാണ് ഈ ക്രിയേറ്റിവിറ്റിയെ പറ്റിയുള്ള ഒരു സങ്കല്പം സാധ്യമാകുന്നത്. പക്ഷേ റൂൾ ബ്രേക്കിംഗ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നിയമങ്ങൾ ലംഘിക്കുന്ന ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങൾക്ക് കിട്ടിയ നിയമങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് വീണ്ടും ഞാൻ കവിതയെ പറ്റി പറയുന്ന പെയിൻറ്റിങ്ങിനെ പറ്റിയുള്ള ഉദാഹരണമായതുകൊണ്ടാണ്. ഇപ്പോൾ പിക്കാസോൻ്റെ ഒരു പെയിൻറ്റിങ്, ആദ്യത്തെ പെയിൻറ്റിങ് എന്ന് പറയുന്നത്, പിക്കാസോനെ പോലെ പെയിന്റ് ചെയ്യാൻ ചിലപ്പോൾ ഒരു മെഷീന് പറ്റും. പക്ഷേ ഒരു പിക്കാസോനെ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരു പിക്കാസോ ആയി മാറാൻ ഒരു മെഷീന് പറ്റില്ല എന്ന് പറയും. ഈ പിക്കാസോ ആയി മാറലാണ് റൂൾ ബ്രേക്കിംഗ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതിന് ഫീഡ് ചെയ്യപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ സിദ്ധമായ നിയമങ്ങളും ക്രമങ്ങളെയും ലംഘിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ, തുടക്കത്തിൽ പെയിന്റിംഗ് എന്ന് പോലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പെയിന്റിങ്ങുകൾ പുറത്തു വരികയാണ്. ഇപ്പം പിക്കാസോൻ്റെ ഒക്കെ ആദ്യത്തെ പെയിന്റിങ് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. ഷോക്കിംഗ് ആണത്, ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള, ഷോക്കിംഗ് ആയിട്ടുള്ള ഇമേജുകൾ ഉണ്ടാക്കുന്നു. അതിലുള്ളത് അരാജകമായ സർഗാത്മകതയാണ്. അത് നിയമാനുസാരിയായിട്ടുള്ള സർഗാത്മകതയല്ല. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ സർഗാത്മകത എന്ന് പറയുന്നതിൽ ഈ എല്ലാ സർഗാത്മക സൃഷ്ടികളും റൂൾ ബ്രേക്കിംഗ് അല്ല, അരാജകമല്ല. വളരെ നിയമാനുസാരിയായിട്ടുള്ള ഒരേ സിസ്റ്റം അനുസരിച്ച് വർക്ക് ചെയ്യുന്ന കവിതകൾ. ഇപ്പോൾ ഒരു കവിത നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മളിപ്പം ഒരു കവി എഴുതിയ ഒരു കവിതയിൽ നിങ്ങളുടെ ആ കാവ്യ പാരമ്പര്യത്തിൻ്റെ മുഴുവൻ മുദ്രകളും കാണാൻ പറ്റും. ഒരു തലത്തിൽ പോലും അത് ആ കാവ്യാനുശീലന പാരമ്പര്യത്തെ ലംഘിച്ചിട്ടുണ്ടാവില്ല. ഉല്ലംഘിക്കുന്ന ഒരു നിമിഷം പോലും ചിലപ്പോൾ അതിലുണ്ടാവില്ല. അപ്പം എല്ലാ സർഗാത്മകതയും ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സർഗാത്മകത എന്ന് പറയുന്നത് ഈ രണ്ട് തരത്തിലാണ്. ഒന്ന് റൂൾ ഗവേൺഡ് ആയിട്ടുള്ള ഒന്നാണെങ്കിൽ മറ്റൊന്ന് റൂൾ ബ്രേക്കിംഗ് ആയിട്ടുള്ള സർഗാത്മകതയാണ്. സത്യത്തിൽ ഈ ജനറേറ്റീവ് AI എന്ന് പറയുന്ന സങ്കല്പം, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് സത്യത്തിൽ ജനറേറ്റീവ് AIൻ്റെ കാലത്താണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലം കഴിഞ്ഞു, ഇതൊരു ജനറേറ്റീവ് AIയുടെ കാലമാണ് എന്ന് പറയാറുണ്ട്. ഈ ജനറേറ്റീവ് AI എന്ന് പറയുന്നത് ഈ സർഗാത്മകത എങ്ങനെ ഒരു മെഷീനിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല. നമ്മളതിനെ എതിർക്കുന്നോ അതിന് യോജിക്കുന്നോ വിയോജിക്കുന്നോ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഏത് മനുഷ്യർക്കും ഉണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിലൊക്കെ. പക്ഷെ ഞാൻ അതിനപ്പുറത്ത് നിന്നുകൊണ്ട് ഇതൊന്ന് പരിശോധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മൾ എത്ര തള്ളിക്കളഞ്ഞാലും ഈ മെഷീൻ്റെ സർഗാത്മക ജീവിതം തുടങ്ങിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിൻ്റെ ആദ്യ ഘട്ടമേ ആയിട്ടുള്ളൂ. അത് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ നമുക്കൊന്നും വിചാരിക്കാൻ കഴിയുന്ന മാറ്റങ്ങളായിരിക്കില്ല ചിലപ്പോൾ ഉണ്ടാക്കുക. പിന്നെ രണ്ടാമത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു പക്ഷേ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ദാർശനിക പ്രശ്നം യന്ത്രമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൽബർട്ട് കാമു പണ്ട് പറഞ്ഞത് ആത്മഹത്യയാണ് മനുഷ്യരുടെ ഏറ്റവും വലിയ ദാർശനിക പ്രശ്നം, സൂയിസൈഡാണ് എന്ന് ആൽബർട്ട് കാമു പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായ താത്വിക പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഹൈഡഗറിനെ പോലുള്ള ആ ഒരു ബീയിങ് ആണ് ഈ കാലഘട്ടത്തിൻ്റെ ദാർശനിക പ്രശ്നം അല്ലെങ്കിൽ താത്വിക പ്രശ്നം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ദാർശനിക പ്രശ്നം, ഫിലോസോഫിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് യന്ത്രമായിരിക്കും എന്നായിട്ടാണ്. അപ്പോൾ യന്ത്രം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന രീതിയിൽ ഒരു ലോജിക്കൽ സിസ്റ്റം, റൂൾ ഗവേൺഡ് ആയിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലോജിക്കൽ സിസ്റ്റം എന്ന രീതിയിൽ യന്ത്രത്തെ കാണാതിരിക്കുക, അല്ലെങ്കിൽ അതിനെ റീതിങ്ക് ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് രണ്ടും ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, ഈ സർഗാത്മകത എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം വീരാങ്കുട്ടരയ്ക്ക് അടുത്താണ് ഞാനിരിക്കുന്നത്. സർഗാത്മകതയുടെ ഏറ്റവും വലിയ മാനങ്ങൾ എത്തിപ്പിടിച്ച ആളുകൾ മുമ്പിലിരിക്കുന്ന സമയത്താണ് ഞാനിത് പറയുന്നത്. ഈ സർഗാത്മകം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ക്രിയേറ്റീവ് എന്ന് ഇംഗ്ലീഷിലേക്ക് നമുക്ക് പരിഭാഷപ്പെടുത്താവുന്ന ഒരു വാക്കാണ് സർഗാത്മകത എന്നൊക്കെ പറയുന്നത്. സർഗജീവിതം എന്ന് പറയുന്നത് ഈ ക്രിയേറ്റീവായിട്ടുള്ള ലൈഫിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. എന്താണ് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്? നമ്മുടെ സാധാരണ ഒരു പഴയ സങ്കല്പം അനുസരിച്ച് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിനെ ഉണ്ടാക്കുന്നതാണ്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയെ ഉണ്ടാക്കുന്ന വളരെ മാന്ത്രികമായ ഒരു ദൈവികമായ ഒന്നാണ് ക്രിയേറ്റിവിറ്റി എന്നാണ് പഴയ സങ്കല്പം.
ഒരു മതാത്മകമായ ഒരു സങ്കല്പം എന്ന് പറയുന്നത് അതിപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചത് ആണ് ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും ആദ്യത്തെ ഒരു ഇതായിട്ട് ബിബ്ലിക്കൽ നരേറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ മുമ്പില്ലാത്ത ഒന്നാണ്. അതിനെ പൂർണ്ണമായിട്ടും എന്താ പറയുക, ഒരു അഭൂതപൂർവമായ ഒരു സൃഷ്ടിയാണ്. ഇതാണ് ഉൽപ്പത്തി എന്നാണ് നമ്മൾ സാധാരണ പറയാം. ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്കുള്ള ആ മാറ്റം, ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്കുള്ള പ്രയാണം എന്ന് പറയുന്നത് അതിൻ്റെ ആ മാന്ത്രികത ആണ്, ഈ സർഗാത്മകത. അതായത് ഇപ്പോൾ സാധാരണ പലർക്കും അറിയാവുന്നതായിരിക്കും, എക്സ് നിഹിലോ എന്ന് പറയും, ടു മേക്ക് സംതിങ് ഔട്ട് ഓഫ് നത്തിങ്. ഇതാണ് ക്രിയേറ്റിവിറ്റി എന്നാ പറയാം. ഇല്ലായ്മയിൽ നിന്ന് ഒന്നുണ്ടാക്കുക എന്നാണ്. ആ മാന്ത്രികതയുണ്ട്, ഒരു മാജിക് ഉണ്ട് അതിൽ. ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു മാജിക്കാണ് ഒരു പക്ഷേ പഴയ സങ്കല്പം അനുസരിച്ച്. നമുക്ക് ഉള്ള സാധനത്തിൽ നിന്ന് മറ്റൊന്നും ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. കളിമണ്ണിൽ നിന്ന് ഒരു കലമുണ്ടാക്കാൻ മനുഷ്യർക്ക് പറ്റുമായിരിക്കും. പക്ഷെ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, പൂർണ്ണമായും ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്കുള്ള ഈ മാന്ത്രികമായ പ്രവേശനം എന്ന് പറയുന്നത് വളരെ ദൈവികമായ ഒന്നാണ്. അപ്പോൾ ക്രിയേറ്റിവിറ്റി ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്നാണ് പഴയൊരു സങ്കല്പം. അപ്പം നമ്മുടെ കവികൾ സത്യത്തിൽ ദൈവത്തിൻ്റെ അനന്തരാവകാശികളാണ് എന്ന് പറയാറുണ്ട്. അതായത് ആ ദൈവികത പിന്നെ ഉള്ളത് മനുഷ്യരുടെ കല എന്ന് പറയുന്ന, സാഹിത്യം, കല എന്ന് പറയുന്ന ഈ പ്രവൃത്തികളിലാണ്. ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട ഈ മാന്ത്രികത പിന്നെ ഉള്ളത് ഈ കലാപരമായ വ്യവഹാരങ്ങളിലാണ്, വ്യാപാരങ്ങളിലാണ് എന്ന് പറയാറുണ്ട്. ഇത് പറയാനുള്ളൊരു കാരണമുണ്ട്. ഈ ദൈവത്തിൻ്റെ മാന്ത്രികത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സങ്കല്പമാണ്. നമുക്കറിയാം, കലയെ പറ്റിയുള്ള സങ്കല്പം വളരെ ഈ അർത്ഥത്തിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒന്നാണ്. ഈ ദൈവത്തിൻ്റെ ഈ സർഗസൃഷ്ടിയുടെ രണ്ട് പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയുണ്ടാക്കുകയാണ്, ഉള്ള ഒന്നിനെ മറ്റൊന്നാക്കുകയല്ല. ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മറ്റൊന്ന്, അത് നെസസിറ്റിയുടെ ഭാഗമല്ല, അനിവാര്യതയുടെ ഭാഗമല്ല എന്നാണ്. അതായത് മനുഷ്യരെ ഉണ്ടാക്കിയിട്ട് ദൈവത്തിന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലായിരുന്നു. യാതൊരു ആവശ്യമില്ലാത്തൊരു പണി ആണ് ദൈവം ചെയ്തത്. മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ഉണ്മയ്ക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. ദൈവത്തിന് യാതൊരു ആവശ്യമില്ലാത്ത ഒരു അനാവശ്യമാണ് മനുഷ്യൻ. അതായത് ആവശ്യമുള്ളൊരു കാര്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം, അനിവാര്യതയുടെ ഒരു മേഖലയാണ്. ഇപ്പം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് എനിക്ക് കഴിക്കാനാണ്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്ന എൻ്റെ ജീവിതം നിലനിർത്താൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അനിവാര്യതയാണ്, നെസസിറ്റിയുടെ മണ്ഡലമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, മനുഷ്യരുടെ പ്രൊട്ടക്ഷനിൽ ഇതേപോലെ നിങ്ങൾ ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിൽ അനിവാര്യതയാണുള്ളത്, ഫ്രീഡം അല്ല ഉള്ളത്. ദൈവത്തിൻ്റെ ക്രിയേറ്റിവിറ്റിയിലുള്ളത് ലീലാപരത എന്ന് നമ്മൾ സാധാരണ വിളിക്കാറുള്ള പ്ലേഫുൾനെസ് ആണ്. കാരണം യു ആർ ഡൂയിങ് സംതിങ് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് എന്നുള്ളതാണ്. അല്ലാണ്ട് എനിക്കെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയല്ല. അവിടെ മാത്രമേ ഈ ദൈവത്തിൻ്റെ ദൈവികമായ ക്രിയാത്മകതയുടെ രണ്ട് വശങ്ങൾ, ഒന്ന് ഈ പറഞ്ഞ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്കുള്ള മാന്ത്രികമായ പ്രവേശനമാണെങ്കിൽ, മറ്റൊന്ന് അതിൻ്റെ ലീലാപരതയാണ്, അല്ലെങ്കിൽ പ്ലേഫുൾനെസ് ആണ്, അല്ലെങ്കിൽ ഫ്രീഡമാണ്. ഓക്കെ, നെസസിറ്റിയിൽ നിന്ന് പുറത്തു നിന്നിട്ടാണ് ഈ ക്രിയ ദൈവം നടത്തിയത് എന്നാണ് പറയുന്നത്. ഇത് രണ്ടും ഉള്ള ഒരു മേഖലയായിട്ട് പിന്നെ നമ്മൾ കാണുന്നത് കലയും സാഹിത്യത്തെയും നോവലിനെയും എഴുത്തിനെയും ഒക്കെയാണ്. കാരണം ഇത് പണ്ട് മുതലേയുള്ള സങ്കല്പമാണ്. ഉദാഹരണത്തിന് ഇപ്പം ഗ്രീക്ക് കാലത്തെ യവന ശില്പങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, യവന ശില്പങ്ങൾ ഉണ്ടാക്കിയതൊക്കെ അടിമകളാണെന്ന് നമുക്കറിയാം. അടിമകളാണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അടിമയ്ക്കല്ല ആ സർഗാത്മകത നമ്മൾ ചാർത്തി കൊടുക്കുക. കാരണം അടിമ എന്താ ചെയ്തത്? ജീവിതായോധനത്തിന് വേണ്ടി അത് ചെയ്യുക ചെയ്തത്. ഒരു ശില്പം ഉണ്ടാക്കുക അയാൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. നെസസിറ്റിയാണ് അയാളുടെ പ്രൊട്ടക്ഷനിൽ. അല്ല, പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, പ്രൊട്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അവിടെ നെസസിറ്റിയുടെ ഭാഗമാണ്. അവിടെ അടിമയല്ല ശില്പി, ശില്പി വേറൊരാളാണ്. ഈ നെസസിറ്റിയിൽ നിന്ന് പുറത്ത് കടന്ന് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ശില്പി എന്ന് വിളിക്കുക. സർഗാത്മകത നമ്മൾ ചാർത്തി കൊടുക്കുക അവിടെയാണ്. അതിൻ്റെ യുക്തി ഇതാണ്, ഞാൻ നേരത്തെ ഈ പറഞ്ഞ ഇതാണ്. സർഗാത്മകത ഒരിക്കലും നെസസിറ്റിയുടെ മണ്ഡലത്തിൽ നിന്നുണ്ടാവുന്നതല്ല, അതിൻ്റെ ഫ്രീഡത്തിൻ്റെ, പ്ലേഫുൾനെസ്സിൻ്റെ ഒരു മേഖലയാണ് സർഗാത്മകത എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. ഇതാണ് ഇപ്പം ഞാൻ ഈ പിന്നെ യന്ത്രത്തിൻ്റെ പ്രവേശത്തോടു കൂടി ആകെ കോംപ്ലിക്കേറ്റഡ് ആയി മാറുന്ന ഒരു അവസ്ഥയാണ് സർഗാത്മകതയെ പറ്റിയുള്ള ഈ കാഴ്ചപ്പാടുകൾ എന്ന് പറയാൻ കാരണം. ഇതിൽ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ
നമ്മളെ ഈ ക്രിയേറ്റിവിറ്റിയെ പറ്റി, സർഗാത്മകതയെ പറ്റിയുള്ള ഈ ഒരു കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാടിൻ്റെ പല തലങ്ങൾ ഉണ്ട്. നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ മുഴുവനിലേക്ക് പോകുന്നില്ല. ചെറിയ 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് എനിക്ക് അവതരിപ്പിക്കാം. ഞാനത് മുഴുവനായിട്ട് ചിന്തിച്ച് ഒരു യുക്തിയുക്തമായ ഒരു പ്രഭാഷണം അവതരിപ്പിക്കാനെന്നല്ല വന്നിട്ടുള്ളത്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ആദ്യം പറഞ്ഞ കാര്യം, അപ്പം നമ്മൾ എന്താ സാധാരണ പറയുക, ഈ ആദ്യം പറഞ്ഞ യുക്തിയിലാണ് നമ്മൾ മൃഗത്തെ അപ്പുറത്ത് നിർത്തുക. അതായത് മനുഷ്യനെ പറ്റിയുള്ള എല്ലാ നിർവചനങ്ങളുടെയും ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് നമ്മളൊരു മൃഗത്തെ കൊണ്ട് കെട്ടും. എന്നിട്ട് ആ മൃഗത്തെ ചൂണ്ടിയിട്ടാണ്, അവിടെ റാഷണാലിറ്റി ഇല്ല, ഇവിടെ റാഷണാലിറ്റി ഉണ്ട്, അവിടെ സോഷ്യൽ അല്ല, ഇവിടെ സോഷ്യലാണ്, അത് പൊളിറ്റിക്കലല്ല, ഇത് പൊളിറ്റിക്കലാണ്, അവിടെ ക്രിയേറ്റിവിറ്റി ഇല്ല, ഇവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഏത് നിർവചനങ്ങളിലും നിങ്ങൾ അതിർത്തിക്ക് പുറത്ത് ഒരു മൃഗം നിന്ന് മേയുന്നതായിട്ട് കാണാം. ഇതിന് സാധാരണ നമ്മൾ പറയാം, നമ്മൾ പുറത്ത് ഒരു സാധനത്തെ നിർത്തിയിട്ട് മാത്രമേ അകത്തെ നമുക്ക് നിർവചിക്കാൻ പറ്റൂ. മനുഷ്യൻ ഇതാണെന്ന് പറയണമെങ്കിൽ മനുഷ്യന് പുറത്ത് നിങ്ങൾക്ക് ചൂണ്ടാൻ ഒരു മൃഗം അപ്പുറത്തുണ്ടാവണം. ഇപ്പോൾ പട്ടിയൊക്കെയാണ് നമ്മൾ സാധാരണ ചൂണ്ടുക. ആ പട്ടിക്കില്ലാത്ത ചില കാര്യങ്ങൾ കൽപ്പറ്റ പറഞ്ഞിട്ടുണ്ട്. പട്ടി സ്വയം മൃഗമാണെന്നേ മറന്നുപോയി എന്നാണ് കൽപ്പറ്റയുടെ കവിത. ഒക്കെ മനുഷ്യൻ്റെ ഒപ്പം നടന്ന് മൃഗമാണെന്നേ മറന്നുപോയൊരു ജീവിയാണ് പട്ടി എന്ന് പറയും. ഈ പട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഉദാഹരണമായി ജീവിച്ച് വാലാട്ടി ഒക്കെ അങ്ങനെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജീവിയാണ് പട്ടികൾ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പട്ടിയുടെ ആ ദുരവസ്ഥ ഇപ്പോൾ യന്ത്രത്തിനാണ്. നിങ്ങൾ പട്ടിയെ മാറ്റി നിങ്ങൾ യന്ത്രത്തെ വെച്ചു. ഇനി മനുഷ്യനെ നിർവചിക്കാൻ നിങ്ങൾക്ക് മനുഷ്യന് പുറത്ത് നിൽക്കുന്ന ഒരു യന്ത്രം എപ്പോഴും ഉണ്ട്. മനുഷ്യൻ സർഗാത്മകമാണ്. നോക്കൂ, മൃഗത്തിന് സർഗാത്മകത അല്ല, യന്ത്രത്തിന് സർഗാത്മകതയില്ല. അപ്പോൾ ഇതിൽ നടത്തുന്ന ഒരു പ്രോസസ്സ് എന്താണ് സത്യത്തിൽ, അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ചിന്തക ഉപയോഗിച്ചൊരു വാക്കുണ്ട്, തിയറിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് അബ്ജക്ഷൻ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ജൂലിയ ക്രിസ്തേവ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഒരു ഫെമിനിസ്റ്റ് തിങ്കർ ഉപയോഗിച്ചിട്ടുള്ളൊരു സങ്കല്പമാണ് അബ്ജക്ഷൻ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് അല്ല, അബ്ജക്റ്റാണ്. ABJECTION. ഈ അബ്ജക്ഷൻ എന്ന് പറയുന്ന അത് ഞാനത് ഈ ഒരു സന്ദർഭത്തിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. മെഷീൻ നമ്മുടെ ഒരു അബ്ജക്റ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അബ്ജക്റ്റ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ളതിനെ പുറത്തേക്ക് വരുമ്പോൾ അതിനോട് കാണുന്ന ഒരു അവേർഷനാണ്. നിങ്ങളിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ എൻ്റെ തുപ്പലിനോട് എനിക്ക് കാണുന്ന ഒരു അവേർഷൻ, ഒരു ഓക്കാനം എന്ന് പറയും. ഓക്കാനം വലിയൊരു ഫിലോസോഫിക്കലി ലോഡഡ് ആയിട്ടുള്ളൊരു വാക്കാണ്. നോവലിലും നമുക്കറിയാം നൗസിയ എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നതാണ് സത്യത്തിൽ നിങ്ങളുടെ വിസർജ്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ തുപ്പൽ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അറുത്ത് മാറ്റപ്പെട്ട ഒരു ബോഡിയുടെ ഒരു കഷ്ണം കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന പ്രകോപനമുണ്ട്. അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവേർഷനുണ്ട്. അതിനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. ഒരു മരിച്ച ശരീരം കാണുമ്പോൾ അതിനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. ആദ്യം സങ്കടമൊക്കെ ഉണ്ടാവും, പക്ഷെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബാക്കിയാണ്. എന്നിൽ നിന്ന് പുറത്തു പോയ ഒരു അവശിഷ്ടമാണ്. ആ അവശിഷ്ടം എന്നെ ഹൊറിഫൈ ചെയ്യുന്ന, പേടിപ്പിക്കുന്ന, എന്നെ അറപ്പുളവാക്കുന്ന ഒരു പ്രസൻസായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. സത്യത്തിൽ മൃഗത്തോടുള്ള മനുഷ്യൻ്റെ ഈ ആറ്റിറ്റ്യൂഡിൽ ഈ ഒരു അബ്ജക്ഷൻ ഉണ്ട് എന്ന് പറയാറുണ്ട്. കാരണം മൃഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ജന്തു സ്വഭാവമാണ് മൃഗം. ഞാൻ തന്നെയാണ് ഈ മൃഗം എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ ഭാഗമാണ്, ജന്തു പ്രകൃതിയുടെ ഭാഗമായ ഞാൻ മൃഗത്തെ കാണുന്ന എനിക്ക് പുറത്ത് ഞാൻ തുപ്പിക്കളഞ്ഞ ഒന്നായിട്ടാണ്, എൻ്റെ ഒരു തുപ്പലായിട്ടാണ്, ഞാൻ വിസർജിച്ച ഒന്നായിട്ടാണ്, എൻ്റെ ഒരു കഫമായിട്ടാണ്. അതിനോട് എനിക്ക് കാണുന്ന ഒരു അറപ്പ്, ഒരു പക്ഷേ അറപ്പ് മാത്രമല്ല പ്രകോപനമുണ്ടാക്കുന്ന ഒരു സാന്നിധ്യമാണ് പലപ്പോഴും മൃഗം. അതുകൊണ്ട് മൃഗത്തെ വെച്ചുകൊണ്ട് നിങ്ങൾ എപ്പോഴും എനിക്ക് പുറത്തു പോയ ഒരു സംഗതി വെച്ചുകൊണ്ടാണ് ഞാൻ എന്നെ ഡിഫൈൻ ചെയ്യാറുള്ളത്. ഇതേ യുക്തി, അബ്ജക്ഷൻ്റെ ഒരു യുക്തി നമ്മൾ മെഷീനോടും കാണിക്കുന്നുണ്ട്. മെഷീൻ സത്യത്തിൽ എന്താണെന്നുള്ളത് ഒരു പാവപ്പെട്ട ജീവിയാണ് മെഷീൻ എന്നാണ് ഞാൻ പറയുക. വളരെ പാവപ്പെട്ട ഒരു ജീവിയാണ് അത്. ക്ഷമിക്കണം, ഈ മനുഷ്യരായി നടക്കേണ്ടി വന്ന യന്ത്രങ്ങൾ എന്നൊരു കുറിപ്പ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ AI എന്ന് പറയുന്നത് മനുഷ്യരായി നടക്കേണ്ടി വന്ന പാവം യന്ത്രങ്ങളാണ്. കഴുതകളായി നടക്കേണ്ടി വന്ന കുതിരകൾ പോലെ ഒരു ജീവിയാണ്, ഒരു പാവം ജീവിയാണ് ജനറേറ്റീവ് AI എന്നാണ് ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ സത്യത്തിൽ നിങ്ങൾ തന്നെയാണ് ഈ യന്ത്രം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമ്മൾ യന്ത്രത്തെ എപ്പോഴും അപ്പുറത്ത് നിർത്തുകയാണ്, ഒരു അതിർത്തിക്ക് അപ്പുറത്ത് നിർത്തിയിട്ട്, അത് നേരത്തെ മൃഗത്തെ നിർത്തുന്ന പോലെ നിർത്തിയിട്ട് നിങ്ങൾ അതിന് ചൂണ്ടിയിട്ട് നിങ്ങൾ സ്വയം നിർവചിക്കുകയാണ്. നിങ്ങൾ യാന്ത്രികമല്ല, നിങ്ങൾ പൊളിറ്റിക്കലാണ്, നിങ്ങൾ സോഷ്യലാണ്.
ഇത് കാണിക്കാനുള്ള ഒരു ഉദാഹരണമായിട്ട് ഒരു പാവം യന്ത്രത്തിനെ പിടിച്ച് അതിർത്തിക്ക് പുറത്ത് നിർത്തിയിട്ട് ഇങ്ങനെ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, സത്യത്തിൽ ഈ പുറത്താക്കിയത് ഞാൻ എന്നിൽ നിന്ന് പുറത്താക്കിയ ഒരു സാധനമാണിത്. എൻ്റെ തലച്ചോറ് യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. അതാണ് ഞാൻ നേരത്തെ വീരാൻകുട്ടി നേരത്തെ പറഞ്ഞ തലച്ചോറിനെ പറ്റിയിട്ടുള്ള ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. എൻ്റെ തലച്ചോറ് എന്താണ് സത്യത്തിൽ? വളരെ യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. മെഷീൻ ലൈക്ക് എന്ന് നമ്മൾ പറയും, നിയമാനുസൃതമായി പ്രവർത്തിക്കുക. എൻ്റെ ഹൃദയം ഞാൻ പ്രവർത്തിപ്പിക്കുന്ന ഒരു സാധനമല്ല എൻ്റെ ഹൃദയം. എൻ്റെ ഹൃദയം എന്ന് പറയുന്നതിൽ തന്നെ തെറ്റുണ്ട്. എനിക്കതിൽ ഒരു ഓണർഷിപ്പും ഇല്ല. അത് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ. എൻ്റെ ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട്, എൻ്റെ നാഡികൾ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ മെഷീനിക്കായിട്ടുള്ള, യാന്ത്രികമായി, മെക്കാനിക്കൽ അല്ല, മെഷീനിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു യന്ത്ര സ്വഭാവമുള്ള സാധനങ്ങളാണ് എൻ്റെ ഉള്ളിലുള്ളത്. എൻ്റെ ചിന്തയിൽ യാന്ത്രികതയുണ്ട്, എൻ്റെ സ്വഭാവത്തിൽ യാന്ത്രികതയുണ്ട്, എൻ്റെ എഴുത്തിൽ യാന്ത്രികതയുണ്ട്. ഈ യാന്ത്രികതയെ തുപ്പിക്കളഞ്ഞതാണ് സത്യത്തിൽ യന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ യന്ത്രം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്നുള്ള ഒരു അദ്വൈതം ചിന്ത ആവശ്യമുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് യന്ത്രത്തെ അപ്പുറത്ത് ഒരു യന്ത്രപ്പേടി വരുന്നൊരു കാലമാണിത് പൊതുവെ, അല്ലേ? പുലാപ്പേടി, മണ്ണാപ്പേടി എന്നൊക്കെ പറയുന്ന യന്ത്രപ്പേടിയുള്ള ഒരു കാലം കൂടി. കാരണം യന്ത്രം നമ്മളെയൊക്കെ എന്തോ വിഴുങ്ങാൻ പോവാണ്. ഈ യന്ത്രങ്ങൾ നമ്മുടെ സർഗാത്മകത മുഴുവൻ നശിപ്പിക്കാൻ പോകുന്ന ഒരു സാധനമാണ്. അത് കവിത എഴുതുന്നു, കഥ എഴുതുന്നു, പെയിന്റ് ചെയ്യുന്നു. ഇനി മനുഷ്യരുടെ സർഗാത്മകതയെ മുഴുവൻ നശിപ്പിക്കുന്ന ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ വന്നിട്ടുള്ള യന്ത്രം ഒരു വലിയ ഭൂതത്തിൻ്റെ സ്വഭാവമാണ് യന്ത്രങ്ങൾക്ക് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു അന്യലോകത്തു നിന്ന് വരുന്ന ഒരു ഭീമാകാരമായ മനുഷ്യനെ നശിപ്പിക്കാൻ പോകുന്ന ഒരു ജീവിയായിട്ടാണ് യന്ത്രത്തെ ഹോളിവുഡ് സിനിമകൾ. ഇപ്പോൾ യന്ത്രങ്ങളോടുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള സമീപനത്തിൽ കുറേ മാറ്റം വന്നിട്ടുണ്ട്. യന്ത്രങ്ങൾ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ട് അങ്ങനെയല്ല, ഏലിയനാണ്, പുറത്തുനിന്ന് വരുന്ന സാധനമാണ്. ഈ യന്ത്രങ്ങൾ മാനവരാശിയെ മുഴുവൻ, മനുഷ്യരുടെ സിവിലൈസേഷനെ മുഴുവൻ നശിപ്പിക്കുന്ന ഒന്നാണ് യന്ത്രം എന്നുള്ള രീതിയിലുള്ളൊരു യന്ത്രപ്പേടിയുടെ കാലത്ത് സത്യത്തിൽ യന്ത്രവും സർഗാത്മകതയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള പുനർവിചിന്തനങ്ങൾ ആവശ്യമുള്ളൊരു കാലമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു അവതരണത്തിൽ ഈ ഒരു വിഷയം പ്രത്യേകിച്ച് കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ ധാരാളമുള്ള, കലാകാരികളും ഒക്കെ ധാരാളം ഉള്ള ഒരു സ്ഥലത്ത് ഇത് പറയുന്നത് വളരെ പ്രധാനമായിരിക്കും എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിത് ഇവിടെ അവതരിപ്പിക്കാൻ തയ്യാറായത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം. താങ്ക് യു. ഈ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. കുറച്ച് സമയം നമുക്ക് എടുക്കാം. അതെ, ഈ നിർമ്മിത ബുദ്ധി ഈ കാലാവസ്ഥാ വ്യതിയാനം പോലെ തന്നെ തടയാൻ കഴിയാത്ത വിധത്തിലേക്ക് വികാസം പ്രാപിച്ചു കഴിഞ്ഞു. ആ ഒരു ഘട്ടത്തിൽ നിർമ്മിത ബുദ്ധിയുടെ ധാർമ്മികതയെക്കുറിച്ച്, പ്രയോഗത്തിലെ ധാർമ്മികതയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതോടൊപ്പം തന്നെ ഇതാർക്ക് വേണ്ടിയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത് അത് വിശദീകരിക്കാമോ? തീർച്ചയായും അതിൻ്റെ നൈതികമായ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ട്. ഞാൻ ആ ഒരു AI എത്തിക്സ് എന്ന് പറയുന്ന ഒരു സംഗതി തന്നെ ഉണ്ട് ഇപ്പോൾ. ഓക്കെ, അതിൻ്റെ ധാർമ്മികതയെ പറ്റി ചർച്ച ചെയ്യാം. അതിൻ്റെ താല്പര്യങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണ്, അതിനെ തടയുക, ഈ കൺസേൺസ് ഒക്കെ വളരെ പ്രധാനമാണ്. ഞാനത് അതല്ല എന്നല്ല പറയുന്നത്. സത്യത്തിൽ എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ പറയാറുണ്ട് ഇപ്പോൾ യന്ത്രം ചിന്തിക്കുമോ എന്നുള്ളത്, അല്ലേ? ഒരു യന്ത്രത്തിന് ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. ഇത് സത്യത്തിൽ ഈ ചോദ്യം ആദ്യമായിട്ട് ചോദിച്ചത് അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹം തത്വചിന്തകനല്ല, ഒരു മാത്തമാറ്റീഷ്യനായിരുന്നു. അദ്ദേഹമാണ് ട്യൂറിംഗ് എന്ന് പറയുന്ന, അലൻ ട്യൂറിംഗിന്റെ പേരിലാണ് സത്യത്തിൽ അലൻ ട്യൂറിംഗിൽ നിന്നാണ് ഈ AI എന്ന് പറയുന്ന ഒരു ആശയം തന്നെ ഉണ്ടാവുന്നത്. ഒരു മെഷീനിന് ഇന്റലിജന്റ് ആവാൻ പറ്റുമോ? ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു മെഷീനിന് സാധ്യമാണോ? തിങ്കിങ് എന്ന് പറയുന്ന ഒരു മെഷീനിന് സാധ്യമാണോ എന്നുള്ളതായിരുന്നു അലൻ ട്യൂറിംഗ് 1949 പബ്ലിഷ് ചെയ്തിട്ടുള്ള പേപ്പറിന്റെ ആദ്യത്തെ സെന്റൻസ് തന്നെ, കാൻ മെഷീൻസ് തിങ്ക് എന്നുള്ളതാണ്. ഇത് സത്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മനുഷ്യ സിവിലൈസേഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മെഷീനായിരിക്കും, അല്ലെങ്കിൽ പ്രശ്നം യന്ത്രമായിരിക്കും എന്ന് പറഞ്ഞു. ഇത് പക്ഷെ എൻ്റെ ഒരു ടേക്ക് അതിലുള്ളത്, ഈ ചോദ്യം സത്യത്തിൽ മനുഷ്യൻ ചോദിക്കേണ്ട ചോദ്യം അല്ലാതെ ഒരു മെഷീൻ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണെന്ന് ഞാൻ പറയാം. കാരണം നമ്മൾ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള ചോദിക്കേണ്ടത്. മെഷീൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, മെഷീൻ
ഇന്റലിജന്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു മെഷീന് ബുദ്ധി ഉണ്ടെങ്കിൽ മെഷീൻ തിരിച്ചു ചോദിക്കേണ്ട ചോദ്യം സത്യത്തിൽ നിങ്ങൾ ഇന്റലിജന്റ് ആണോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സർഗാത്മകത ഉണ്ടെന്നാണ്, നിങ്ങളുടെ കവിതയിൽ എത്ര സർഗാത്മക സന്ദർഭങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു ഘട്ടമാണ് സത്യത്തിൽ മെഷീൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സന്ദർഭമായിട്ടാണ് മെഷീൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപകടങ്ങൾ ഒരുപാടുണ്ട്, അത് വേറൊരു കാര്യം. എന്തായാലും മനുഷ്യനേക്കാൾ വലിയ അപകടമായിരിക്കില്ല ഒരു യന്ത്രം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എത്തിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. യന്ത്രത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളെക്കാൾ കൂടുതലൊന്നും യന്ത്രം ഉണ്ടാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് യന്ത്രത്തെ കാണുന്ന സമീപനം, യന്ത്രത്തോടുള്ള ഈ സമീപനം എന്ന് പറയുന്നത് മാറ്റേണ്ട ഒരു കാലമായി എന്ന് ഇത് ഒരു ചർച്ചയ്ക്കുള്ള വിഷയമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഞാനൊരു യുക്തിയുക്തമായി അവതരിപ്പിച്ച ഒരു പ്രഭാഷണമായിട്ടോ ഒരു പ്രബന്ധമായിട്ടോ നിങ്ങളിതിൽ കാണേണ്ടതില്ല. ഈ സൈബോർഗ് മാനിഫെസ്റ്റോയിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യൻ്റെ നിർമ്മിതിയല്ല സൈബോർഗ്, മനുഷ്യൻ്റെ തന്നെ ഒരു പരിണാമമാണെന്ന് പറയുന്നുണ്ട്. നിർമ്മിതിയായിട്ടുള്ള യന്ത്രങ്ങളല്ല സൈബോർഗ്, മനുഷ്യൻ്റെ തന്നെ ഒരു പരിണാമമാണ്, നെക്സ്റ്റ് ജനറേഷൻ തന്നെയാണ് സൈബോർഗ്. അപ്പം അങ്ങനെ ഒരു നിലപാടിൽ ഡോണ ഹരാരിയൊക്കെ പറയുന്നുണ്ട്, അതുപോലെ ഹരാരിയൊക്കെ പറയുന്നൊരു കാര്യമാണ്. അപ്പം അതിൽ നമുക്ക് എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക ഒരു വിഷയം? എനിക്ക് തോന്നുന്നത് ഇതും ഈ പറഞ്ഞ പോലെ എൻ്റെ തോന്നലാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, യന്ത്രമായി മാറുക എന്നുള്ളത് മനുഷ്യനായിരിക്കുക എന്നുള്ള അവസ്ഥയുടെ ഒരു സ്വാഭാവിക പരിണതിയാണ് എന്നുള്ളത് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം ബിക്കമിങ് എ മെഷീൻ ഈസ് പെർഹാപ്സ് എ ഡേഞ്ചറസ് പോസിബിലിറ്റി ഓഫ് ബീയിങ് ഹ്യൂമൻ എന്നാണ് ഞാൻ പറയുക. കാരണം അത് ആ മെഷീനായി മാറുക എന്നുള്ളത് ഇപ്പം അതാണ് ഞാൻ ചോദിക്കുന്നത്, മനുഷ്യരുടെ യാന്ത്രിക ജീവിതത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ഇപ്പോൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ എൻ്റെ തലച്ചോറിൻ്റെ ഒരു കഷ്ണമാണ് ആണല്ലോ, എൻ്റെ തലച്ചോറിൻ്റെ ഒരു കഷ്ണമാണ്. എൻ്റെ തലച്ചോറിൽ നടക്കുന്ന പല പ്രക്രിയകളും ഞാൻ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ഇതിന് കൊടുത്തിരിക്കുകയാണ്. എൻ്റെ മെമ്മറിയേക്കാൾ വലിയ മെമ്മറിയുള്ള, എന്നേക്കാൾ കൂടുതൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള, എന്നേക്കാൾ കൂടുതൽ ഓർമ്മശക്തിയുള്ള, എന്നേക്കാൾ കൂടുതൽ ചിന്തിക്കാൻ യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടേഷണൽ ആയിട്ടുള്ള അർത്ഥത്തിൽ ചിന്തിക്കാനൊക്കെ കഴിവുള്ള എൻ്റെ തലച്ചോറിൻ്റെ ഒരു കഷ്ണമാണെന്നിട്ട് വിചാരിക്കുക. അപ്പം നമ്മൾ ഇതൊരു യന്ത്രവും ഞാനൊരു തലച്ചോറ് മനുഷ്യൻ്റെ ആവുന്നത്, ഇത് ഹ്യൂമനും ഇത് മെഷീനും ആവുന്ന ആ യുക്തി എന്ന് പറയുന്നത് അത്ര ഒരു പിന്നെ അതിൽ എന്തോ ഒരു പന്തികേടുണ്ട് നമ്മൾ ആലോചിക്കേണ്ട കാലമായി. കാരണം മെഷീന്റെ ചരിത്രവും മനുഷ്യന്റെ ചരിത്രവും രണ്ടല്ല. അത് ടെക്നോളജിയുടെ ചരിത്രം തന്നെയാണ് മനുഷ്യന്റെ ചരിത്രം. ടെക്നോളജി ഇല്ലാത്തൊരു മനുഷ്യനും ഉണ്ടായിട്ടില്ല ഒരു കാലത്തും. മനുഷ്യനൊരു ടെക്നോളജിക്കൽ ആർട്ടിഫാക്റ്റ് ആണ് എന്നാണ് എൻ്റെ ഒരു ആലോചന. ഒരു സാങ്കേതികമായ ഒരു നിർമ്മിതിയാണ് മനുഷ്യൻ. സാങ്കേതികമായിട്ടുള്ള പല ഉപകരണങ്ങളിലൂടെ ഉണ്ടാക്കപ്പെട്ട, ഇപ്പം എംഗൽസ് പറയുന്ന ഒരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. ഈ കൈകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അധ്വാനത്തിന്റെ ഉപകരണം മാത്രമല്ല, അതിന്റെ ഉൽപ്പന്നം കൂടിയാണ് എന്ന് എംഗൽസിന്റെ വളരെ പ്രസിദ്ധമായ ഒരു നിരീക്ഷണമുണ്ട്. ഒരു കൈക്കോട്ടാണ് എൻ്റെ കയ്യിനെ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാണ്ട് എൻ്റെ കൈക്കോട്ടിന്റെ ഉപകരണമായിരുന്നില്ല അത്. ഞാൻ ആദ്യം ഉണ്ടാവുകയും കൈക്കോട്ട് പിന്നെ ഉണ്ടാവുകയല്ല ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പം ഞാൻ ആദ്യം ഉണ്ടാവുകയും ഒരു ചുറ്റികാരിന് ശേഷം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ള മനുഷ്യന്റെ വിശുദ്ധിയെ നിങ്ങൾ യന്ത്രത്തിന്റെ ചരിത്രത്തിന് പിന്നില് മുന്നേ നിർത്തുന്ന ആ മനുഷ്യ കേന്ദ്രിത ചിന്തയുടെ ഒരു പരിസരത്ത് വെച്ച് യന്ത്രങ്ങളെ കാണുന്ന ആ സമീപനം പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചിന്തകൻ ഒരു കവിതയായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. അപ്പോൾ മോഡേണിസത്തിൽ നിന്ന് പോസ്റ്റ് മോഡേണിസത്തിലേക്ക് പോയി, അവിടുന്ന് ലോക കവിത മുന്നോട്ട് പോയി എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് മോഡേണിസത്തിലേക്കുള്ള തിരിച്ചുപോക്കല്ല, ആധുനികതയിലേക്കുള്ള തിരിച്ചുപോക്കല്ല. അപ്പം ടി.വി. മധു സാറിനെ ഞാൻ പരിചയപ്പെടുന്നത് ചിന്താവാലികയിൽ നിരന്തരമായിട്ട് എഴുതിയ ഈ പോസ്റ്റ് മോഡേൺ ലേഖനം കൊണ്ടുണ്ട്. ആ പോസ്റ്റ് മോഡേൺ ലേഖനം കഴിഞ്ഞ് സാറിപ്പോൾ ചാടി ഏഴിലേക്ക് പോയി, AI ബുദ്ധിയിലേക്ക് പോയി. പക്ഷെ കേരളം എവിടെയാക്കി നിൽക്കുന്നത്? കേരളം ആധുനികമായില്ല, ആധുനികോത്തരമായില്ല. നിങ്ങൾ പറയുന്ന AI കുട്ടികളൊക്കെ AI കളിക്കുന്നുണ്ട്. പക്ഷെ രാഷ്ട്രീയം നേരത്തെ ഈ റഫീഖ് അലി പറഞ്ഞതുപോലെ രാഷ്ട്രീയവും സംസ്കാരവും BJPക്ക് അടുത്ത കൊല്ലം ഭരിക്കുവാൻ പറ്റുമെന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ കേരളത്തിലല്ല, ലോകത്താണെങ്കിൽ പശ്ചിമേഷ്യയിൽ നിങ്ങൾ പറഞ്ഞ ഈ ആധുനികോത്തരതയുടെ
ഈ ബഹുസ്വരത തീർത്തുപയോഗിക്കുന്നത് സാമ്രാജ്യത്വം അതുപോലുള്ള കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഈ ബഹുസ്വരതയുടെ ഒരു രാഷ്ട്രീയത്തിന് ഇപ്പോൾ അമിത്ഷായുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പോലെയുള്ള സംഭവത്തിനാണ് കൂടുതൽ ഉപയോഗിച്ചത്. ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനവും ജനാധിപത്യ പ്രസ്ഥാനമല്ല. നിങ്ങളിതിങ്ങനെ ചിന്തകന്മാരും കവികളൊക്കെ ഇങ്ങനെ ചാടിച്ചാടി പോകുമ്പോൾ ഇതിൻ്റെ ഒരു സംഭവമാണ്. ചോദ്യത്തിന് നന്ദി. പക്ഷേ അത് എന്നോടുള്ള ചോദ്യമായിരുന്നില്ല, എൻ്റെ പഴയ ചില ഇതിനോട്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ചോദ്യം പ്രധാനമാണ്, പക്ഷേ ചോദ്യത്തിനോട് റെസ്പോണ്ട് ചെയ്യാനൊരു അവസരമായിട്ട് ഞാൻ എടുക്കുന്നില്ല. ആ മധു വേറെ. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് യന്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന മധുവായിട്ട് മാത്രം എടുത്താ. ഈ വളരെ വിജ്ഞാനപ്രദമായ ഒരു സെഷനായിരുന്നു ഇത്. ഞാനൊരു കാര്യം കൂടി മധുമാഷോട് ചോദിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം നേരത്തെ ഇവിടെ ഉയർന്നു വന്ന ചില ആശങ്കയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ആശങ്കയും ചേർത്ത് ഈ കണ്ടന്റ് മിമിക്രി എന്ന് പറയുന്ന ഒരു ആശയം, അതായത് ഈ ChatGPT അടക്കമുള്ള പ്ലാറ്റ്ഫോം ചെയ്യുന്നത് വലിയ എഴുത്തുകാരുടെ പ്രതിഭാശാലികളുടെ കണ്ടന്റിനെ എടുത്തിട്ട് അതിനെ അപ്രസക്തമാക്കുന്ന രീതിയിൽ അതിന്റെ മിമിക് ചെയ്യാം, അതിനെ അനുകരിക്കാം. എന്നിട്ട് ഒരു കയോസ് ഉണ്ടാകും, ഒരുതരം ഏതാണ് ശരിയായത്, ഏതാണ് ഒറിജിനൽ അല്ലാതെ. ഇങ്ങനെ സാഹിത്യത്തിന്റെ മണ്ഡലത്തിലും കലയുടെ മണ്ഡലത്തിലും അങ്ങനെ ഒരു സംഗതി സൃഷ്ടിക്കപ്പെടുന്നതിന്റെ ഒരു പേടിയാണ് ഇപ്പോൾ ഒരുപാട് പേര് ഉന്നയിക്കുന്നത്. പ്രധാനമായിട്ടും ഒന്ന് പകർപ്പവകാശത്തിന്റെ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട്, അതിനപ്പുറം ഇങ്ങനെ ഒരു ഭയം കൂടി അതിന്റെ കൂടെ ഉണ്ട്. അപ്പൊ അതുകൂടി എങ്ങനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതെന്ന് ഒരു ചോദ്യം ആണ് ഞാൻ ഉന്നയിക്കുന്നത്. അതുകൂടി നമുക്കിത് അവസാനിപ്പിക്കാം സാറിന്റെ മറുപടിയോട് കൂടി. അങ്ങോട്ട് പറഞ്ഞ കാര്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, എത്തിക്കലായിട്ടുള്ള ഒരു ഭാഗം അതിലുണ്ട്. ഇപ്പം പല വലിയ സമരങ്ങൾ നടക്കുകയാണ് പല സ്ഥലങ്ങളിലും. അതായത് ഈ അവരുടെ ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങൾ മോഷണം എന്ന പേരില്ലാതെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ചെയ്യുന്നത് മുഴുവൻ മറ്റു പലരുടെയും വക്കാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അവിടെ അതാണ് ചോദിക്കുന്നത്, ആ യന്ത്രം നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് നിങ്ങളിൽ എത്ര അനുകരണമല്ലാത്ത ക്രിയേറ്റിവിറ്റി നിങ്ങളിലുണ്ട് എന്നൊരു യന്ത്രം നമ്മളോട് ചോദിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മളൊരു സോഷ്യലി പ്രോഗ്രാംഡ് ആയിട്ടൊരു മെഷീനാണ് മനുഷ്യൻ. സോഷ്യലി പ്രോഗ്രാംഡ് ആയിട്ടുള്ളൊരു മെഷീൻ, പലതരത്തിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒന്നാണ്. ഞാൻ എഴുതുന്നതിലും ഈ പറഞ്ഞ പോലെ ഉണ്ടാവാതിരിക്കാം. ഓക്കെ, ഞാൻ അതിനെ സർഗാത്മകം എന്ന് പറയുകയും ഒരു മെഷീന്റെ ഇതിനെ ഒരു പാവം മെഷീൻ അത് ചെയ്യുമ്പോൾ അത് വളരെ മനുഷ്യവിരുദ്ധമായ ഒന്നാണ് എന്ന് പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ആ ചോദ്യം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചലഞ്ചാണത്. ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒരു ചലഞ്ചാണത്, ഒരു വെല്ലുവിളിയാണ് ഈ ചോദ്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതും കൂടി അതിലും വെക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ കൺസേൺ എനിക്കുണ്ടെന്ന് മാത്രമല്ല, ഇത് എഴുത്തുകാർക്ക് മാത്രമല്ല, ഇപ്പൊ സിനിമാ രംഗത്തുള്ള ആളുകൾ. ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഒരു മോഹൻലാലും മമ്മൂട്ടിക്കും ഇനി ഉണ്ടാവാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം മോഹൻലാലിനെയോ മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നടന്റെയോ മുഴുവൻ സൂക്ഷ്മഭാവങ്ങളും ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ മരിച്ചാലും നിങ്ങൾക്ക് ഒരു മോഹൻലാലിനെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ടെക്നോളജി വളർന്നു കഴിഞ്ഞു. അപ്പോൾ അഭിനേതാക്കളുടെ ഒരു വലിയ കൺസേൺ ഇപ്പം എന്താ വെച്ചാൽ അഭിനേതാക്കൾ ആവശ്യമില്ല എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്നത്. തിരക്കഥ ആവശ്യമില്ല. ഇതൊക്കെ വേണമെങ്കിൽ തിരക്കഥ ഒരു മെഷീനിന് ഒരു തിരക്കഥ കൊടുക്കാൻ നിസ്സാരമായിട്ട് കഴിയും. ചിലപ്പോൾ ഉജ്ജ്വലമായ ഒരു തിരക്കഥയാവുകയും ചെയ്യും. ഈ കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിലും അത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് നമ്മളുടെ ഈ മനുഷ്യ കേന്ദ്രിതവാദത്തിന്റെ അതിന്റെ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് അതിനെ അഡ്രസ് ചെയ്യുന്നതുകൊണ്ട് ഒന്ന് ഗുണമുണ്ടാവില്ല, രണ്ടോ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. കാരണം ടെക്നോളജി ഇത് മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ സ്വയം പുനർവിചിന്തനത്തിന്റെ ഒരു ഘട്ടമായി ഒരു വെല്ലുവിളിയായിട്ട് ഇത് എടുക്കണം എന്ന് ഞാൻ പറയും. ഈ സെഷനെ നന്ദി അർപ്പിക്കാൻ വേണ്ടി സിബിൽ മേഡത്തെ ക്ഷണിക്കുന്നു. നമസ്കാരം. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഒരു യന്ത്രം കഥ പറയുമ്പോൾ എന്ന ഈ സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്ത ശ്രീ TV മധു, ശ്രീ വീരാൻകുട്ടി എന്നിവർക്ക് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇതിന്റെ സ്വാഗതം പറഞ്ഞ ദിനേശ് എടത്തിൽ, ഇതിന്റെ എല്ലാ ശ്രോതാക്കൾക്കും കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.